ചൂരൽമല ദുരന്തത്തിന് ഒരു വയസ്സ് തികയുകയാണ്. ഇപ്പോഴും കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുന്ന നിരവധി ആളുകളുണ്ട് ചൂരൽമലയിൽ. ഒന്നും കൈകളിലില്ലാതെ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ 2 മനുഷ്യജന്മങ്ങളാണ് 86 വയസ്സുകാരൻ വേലപ്പനും 78 വയസ്സുകാരി ഭാര്യ മണിയമ്മയും. ഇപ്പോഴും വെള്ളപ്പൊക്കത്തിൽ പാതി തകർന്ന വീട്ടിലേക്ക് പോകാനാകാതെ ഒരു തകരഷീറ്റിന്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത്. വയസ്സായതോടെ ജോലി ചെയ്യാനും സാധിക്കാത്ത അവസ്ഥ. തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ഈ 2 ജന്മങ്ങൾ താമസിക്കുന്നത്. വീട് നഷ്ടമാകാത്തതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നും സഹായവും ലഭിക്കില്ല. വേലപ്പനും ഭാര്യ മണിയമ്മയും ഇന്ന് കടുത്ത സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ജോലി ചെയ്യുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് മരമൊരു കാലിന് മേൽ വീണതോടെ വേലപ്പന് ആ കാലിന്റെ ഉപയോഗം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അന്നുവരെ കഠിനമായി തൊഴിൽ ചെയ്തിരുന്ന വേലപ്പൻ അതിനുശേഷം ജീവിതം തന്നെ മാറിമറിഞ്ഞു. ഇപ്പോൾ പ്രായം കൂടിയതും കാലിന് കരുത്തില്ലാതാകുമ്പോൾ ജോലി ചെയ്യാനുള്ള ശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഭാര്യ മണിയമ്മയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഹൃദ്രോഗം മൂലം നിത്യചികിത്സയും വിശ്രമവുമാണ് അവർക്ക് ആവശ്യമായത്. ഇരുവരും പരസ്പരം ആശ്രയിച്ചുള്ള ജീവിതമാണ് നയിക്കുന്നത്. ഇപ്പോഴിതാ ഇവർ താഴെ അരപ്പറ്റയിലെ ചെളിയുള്ള പാടികളിൽ ഒരു ചെറിയ വാടക വീട്ടിലാണ് കഴിയുന്നത്. അതും വളരെ കഷ്ടിച്ച് നിലനിർത്തുന്ന അവസ്ഥയിലാണ്. ഇത്തിരി സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ സർക്കാർ സഹായം തേടിയെങ്കിലും അതിന്റെ കാത്തിരിപ്പിലാണ് ഇവർ. ഇതുവരെ ലഭിച്ചിട്ടുള്ളത് പതിവായി കിട്ടുന്ന ഭക്ഷ്യക്കൂപ്പൺ മാത്രമാണ്. അതുപോലും ഇവർക്ക് സമ്പൂർണമായും പോരുന്നില്ല. പക്ഷേ അതാണ് ഇപ്പോഴത്തെ ഏക ആശ്വാസം. വേലപ്പൻ ജോലി ചെയ്യാൻ കഴിയാത്തതിനാൽ കുടുംബത്തിനായുള്ള പ്രധാന വരുമാനമാർഗമെന്നത് മണിയമ്മയുടെ തൊഴിലുറപ്പ് തൊഴിലായിരുന്നു. പാടശേഖരത്തിൽ കിട്ടുന്ന ദിവസവേതനം തന്നെയായിരുന്നു ഇതുവരെ ഇവരുടെ ജീവകാരുണ്യാധാരം. എന്നാൽ ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് മരഭാഗവും പാറയും ഒഴുകിയെത്തിയതോടെ ആ തൊഴിലും നിലച്ചുപോയി. അതോടെ ഈ ദമ്പതിമാരുടെ ജീവിതം പൂർണ്ണമായി ദുരിതത്തിലായി. 1/2 നൂറ്റാണ്ടോളം മണിയമ്മ എസ്റ്റേറ്റ് ജോലിക്ക് പോയി പിരിഞ്ഞു പോരുമ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് ഒരു കുഞ്ഞു കൂര പണിതത്. ഈ കൂരയാണ് പ്രളയത്തിന്റെ പ്രകമ്പനത്തിൽ വിണ്ടുകീറി താമസയോഗ്യമല്ലാതായി പോയത്. ഷീറ്റുകൾ മാറിയാൽ വീടിനുള്ളിലേക്ക് മഴവെള്ളമെത്തും. പക്ഷേ അതൊന്നും ആരും കാണുന്നില്ല. പകരം തകർന്നു പോയില്ല എന്ന ഒറ്റ കാരണത്താൽ ലിസ്റ്റിന് പുറത്തായി പോയി. മറ്റുള്ളവർക്ക് കിട്ടുന്ന 9,000 രൂപയെന്ന പ്രതിമാസ സഹായവും ഈ കുടുംബത്തിന് കിട്ടുന്നില്ല. ഇതോടെ ഇരുവരുടെയും മരുന്നിനും മറ്റുള്ള സഹായത്തിനായും ഇവർ മറ്റുള്ളവരോട് കൈനീട്ടുകയാണ്. പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയച്ചു. ഒരു മകനുള്ളത് ഭാര്യ വീട്ടിലുമാണ് താമസം. അവർക്ക് 3 കുട്ടികളുമുണ്ട്. ഇടയ്ക്ക് മകളുടെ വീട്ടിലേക്ക് താമസിക്കാൻ പോകുമെങ്കിലും അവർ തന്നെ ഏറെ ഞെരുങ്ങിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അവിടെ പോവുകയെന്നതും സാധ്യമല്ല. നിലവിൽ താമസിക്കുന്നിടത്ത് 3,000 രൂപ വാടക നൽകണമെന്ന് പറയുന്നു. വേലപ്പനും മണിയമ്മയും വീട് പോയില്ല എന്ന കാരണത്താൽ ഈ വാടകയും ഇവർക്ക് സർക്കാർ നൽകുന്നില്ല. തങ്ങളുടെ സങ്കടം ഇനി ആരോട് പറയണമെന്നും ഇവർക്കറിയില്ല. ഉരുൾപൊട്ടിയ ആദ്യ 6 മാസം വാടകയൊക്കെ സർക്കാർ നൽകിയിരുന്നു. പിന്നീട് ഇതും നിർത്തി. ഇപ്പോൾ മരുന്നിന് പോലും പണമില്ലാത്ത അവസ്ഥയാണ്. പാവങ്ങളായ തങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്നും ഈ വൃദ്ധ ദമ്പതികൾ പാടിമുറ്റത്ത് നിന്നുകൊണ്ട് പറയുന്നു. 56 വർഷത്തോളം എസ്റ്റേറ്റ് ജോലിയെടുത്തു മണിയമ്മ. ഇതിനുശേഷം പിന്നീട് തൊഴിലുറപ്പ് ജോലിയായി. ഈ തൊഴിലുറപ്പ് ജോലി കൊണ്ടുള്ള വരുമാനം കൊണ്ടായിരുന്നു മരുന്ന് വാങ്ങലും മറ്റും. മണിയമ്മ ഹൃദ്രോഗിയായതിനാൽ സ്ഥിരമായി മരുന്ന് വേണം. വേലപ്പന് മരുന്ന് വാങ്ങേണ്ടതുണ്ട്. മരുന്നിന് തന്നെ വലിയ പണച്ചെലവ് വരും. ഇതിനിടെയാണ് ഇപ്പോൾ വാടകയും സംഘടിപ്പിക്കേണ്ടത്. ആരെങ്കിലും സഹായിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ വയസ്സരായ ദമ്പതികൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.